ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു ടോപ്പിക്കായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും, നമുക്ക് എങ്ങനെ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാം. സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനുള്ള 2-3 ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഞാൻ ഏതൊക്കെ വഴിയിലൂടെയാണ് 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കിയെടുത്തത് എന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ ചില ആൾക്കാർക്ക് പെട്ടെന്ന് 1000 സബ്സ്ക്രൈബേഴ്സ് ആവാറുണ്ട്. ചില ആൾക്കാർക്ക് ഭയങ്കര കഷ്ടപ്പാടാണ് ഈ 1000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ. കാരണം ഞാനൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കിയെടുത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രോപ്പറായിട്ട് വീഡിയോസ് ഇടില്ലായിരുന്നു. ഒരു 6 മാസമൊക്കെ ഞാൻ ഭയങ്കര ഉഴപ്പിയാണ് വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത്. യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നൊരു ആഗ്രഹം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഡെയിലി വീഡിയോസ് ഇടണം എന്ന് എനിക്കൊരു ചിന്ത ഉണ്ടായിരുന്നില്ല. യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ എല്ലാവരുടെ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നൊക്കെ പറഞ്ഞ് നടക്കുമായിരുന്നു. പിന്നെ എൻ്റെ അടുത്ത റിലേറ്റീവിൻ്റെ ഫോണൊക്കെ ആണെങ്കിൽ ഞാൻ തന്നെ വാങ്ങിയിട്ട് ഞാൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. എൻ്റെ വീഡിയോസ് അവരെ ഫോണിൽ നിന്ന് കണ്ടിട്ട് ലൈക്കും കമൻറ്റും ഒക്കെ ഞാൻ തന്നെ ചെയ്യാറാണ് പതിവ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ യൂട്യൂബിനെ കുറിച്ച് കുറച്ചൊക്കെ ബോധേഡ് ആയത്. നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് കിട്ടിയാലേ നമ്മളെ വീഡിയോസിനൊക്കെ വ്യൂസ് കിട്ടത്തുള്ളൂ എന്ന് മനസ്സിലായി. അറിയാത്തവർക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ ഒത്തിരി ഒന്നും വലിച്ചു നീട്ടുന്നില്ല. സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനുള്ള 2-3 ടിപ്സ് എന്താണെന്ന് നോക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അല്ലേ. ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ സംഭവം തന്നെയാണ്. നമ്മൾ വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് ഡെയിലി അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഡെയിലി അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് വ്യൂസും സബ്സ്ക്രൈബേഴ്സും കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പിലോട്ട് പോയാലോ. രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എല്ലാം സെയിം ടൈമിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ സെയിം ടൈമിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ ഇന്നലെ ഒരു 11 മണിക്ക് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്താൽ നമ്മൾ ഇന്നും 11 മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്താൽ ആൾക്കാരിലേക്ക് ഇന്നലെ 11 മണിക്ക് കണ്ട വീഡിയോസ് അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ ഇന്നും അത് അന്വേഷിക്കും. 11 മണിക്ക് ആ വീഡിയോസ് വന്നില്ലല്ലോ, എന്തു പറ്റിയെന്ന്. അപ്പം നമ്മളത് ഇട്ടാൽ അവർ കാണുകയും ചെയ്യും, നമുക്ക് വ്യൂസും കിട്ടും അല്ലേ. അതുപോലെ തന്നെ പുതിയ ആൾക്കാർ ഇത് കണ്ടെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സും കിട്ടും. അപ്പം നമുക്കത് 2 ഉപകാരപ്രദമാകുന്ന ഇതാട്ടോ. സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ല, അത് വ്യൂസും നമുക്ക് കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം നമുക്ക് മൂന്നാമത്തെ ടിപ്പിലോട്ട് പോവാം. മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെയിലി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്ന്. അപ്പോൾ ഡെയിലി നമുക്ക് ലോങ് വീഡിയോ ഡെയിലി അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ആഴ്ചയിൽ 2-3 വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ മതി. പിന്നെ നിർബന്ധമായിട്ടും ഡെയിലി അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞത് നമ്മളെ ഷോർട്ട് വീഡിയോസ് ആണ്. ഷോർട്ട് വീഡിയോസ് നമ്മൾ നിർബന്ധമായിട്ടും ഡെയിലി അപ്ലോഡ് ചെയ്താൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് എന്തായാലും കിട്ടും. ഞാനത് ഗ്യാരണ്ടിയാണ് കേട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് കൂടാത്തവർ അങ്ങനെ ചെയ്തിട്ട് സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഉറപ്പായും നമ്മൾ ഡെയിലി ഷോർട്ട് വീഡിയോസ് ഇട്ടാൽ നമ്മൾക്ക് എന്തായാലും സബ്സ്ക്രൈബേഴ്സ് കൂടും. എൻ്റെ വീട്ടിലെ ഫാമിലിയുടെ വിശേഷങ്ങളൊക്കെ ആയിരുന്നു ഞാൻ ഷോർട്ട് വീഡിയോസിൽ ഇട്ടുകൊണ്ടിരുന്നത്. എനിക്ക് ഒരു 6 മാസം കൊണ്ട് 1000 സബ്സ്ക്രൈബേഴ്സ് ആക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അത് പറ്റും. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കാം കേട്ടോ. അതാണ് എനിക്ക് നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനുള്ള ഏറ്റവും നല്ല വഴിയായിട്ട് പറഞ്ഞുതരാനുള്ളത് ഒരു ടിപ്പാണ്. ഷോർട്ട് വീഡിയോസ് ഡെയിലി അപ്ലോഡ് ചെയ്യുക. ഡെയിലി നിങ്ങൾ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കൂട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ ചീത്ത വിളിച്ചു, അത് ഞാൻ കേട്ടോളാം, ഉറപ്പാണ്. നിങ്ങൾ ചെയ്ത് നോക്ക് കേട്ടോ. എന്തായാലും ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടിയതാണ്. അപ്പം നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്ക്, കിട്ടുമെന്നറിയാലോ നമുക്ക്. എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒത്തിരി ഒന്നും നീട്ടി പോകുന്നില്ല. ഞാൻ ബിഗിനേഴ്സിനൊക്കെ ഉപകാരമാവുമെന്ന് വിചാരിക്കുന്നു. ഞാനും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഒത്തിരി ടിപ്സ് ഒന്നും പറഞ്ഞു തരാൻ അറിയത്തില്ല. എനിക്ക് അറിയാവുന്ന ടിപ്സാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.